മുട്ടിൽ മരമുറിയുമായി ബന്ധപ്പെട്ട് അമ്പലമേട് പോലീസ് എടുത്ത കേസിൽ വിചാരണ നടത്താൻ ചോറ്റാനിക്കര കോടതിക്ക് അധികാരമില്ലെന്ന് ചൂണ്ടിക്കാട്ടി അഗസ്റ്റിൻ സഹോദരന്മാർ നൽകിയ ഹർജിയിൽ ഉത്തരവിന്ന്. കുറ്റപത്രം വായിച്ചു കേൾപ്പിക്കൽ വീഡിയോ കോൺഫറൻസിംഗ് മുഖേനയാക്കണമെന്ന ആൻഡ്രോയുടെയും ജോസ് കുട്ടിയുടെയും അപേക്ഷയിലും ഉത്തരവ് പറയും. ചോറ്റാനിക്കര മജിസ്ട്രേറ്റ് കോടതിയാണ് ഉത്തരവിടുക. മുട്ടിൽ മരമുറിയുമായി ബന്ധപ്പെട്ട് അമ്പലമേട് പോലീസ് എടുത്ത കേസിൽ വിചാരണ നടത്താൻ ചോറ്റാനിക്കര കോടതിക്ക് അധികാര പരിധിയില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് അഗസ്റ്റിൻ സഹോദരന്മാർ ഹർജി നൽകിയിട്ടുള്ളത്. പ്രതിഭാഗം നീക്കത്തിനു പിന്നിൽ വിചാരണ നടപടികൾ വൈകിപ്പിക്കുകയാണ് ലക്ഷ്യമെന്ന് പ്രോസിക്യൂഷൻ വാദം. വീഡിയോ കോൺഫറൻസിംഗ് വഴി കുറ്റപത്രം വായിച്ചു കേൾപ്പിക്കാൻ അനുമതി തേടി ജോസ് കുട്ടി അഗസ്റ്റിനും ആൻഡോ അഗസ്റ്റിനും ഒരു അപേക്ഷ കൂടി ചോറ്റാനിക്കര കോടതിയിൽ നൽകിയിട്ടുണ്ട്. ഈ രണ്ട് അപേക്ഷകളിന്മേൽ കോടതി ഇന്ന് ഉത്തരവ് പറയും. ശേഷം കുറ്റപത്രം വായിച്ചു കേൾപ്പിക്കുന്ന തീയതി സംബന്ധിച്ച് തീരുമാനമുണ്ടാകും. കേസിൽ വിചാരണ നടപടികളുടെ ഭാഗമായി ഹൈക്കോടതിയുടെ നിർദ്ദേശാനുസരണം ഒന്നാം പ്രതി റോജി അഗസ്റ്റിൻ ചോറ്റാനിക്കര മജിസ്ട്രേറ്റ് കോടതിയിൽ ഇന്നലെ നേരിട്ട് ഹാജരായി. ആൻഡോയും ജോസ് കുട്ടിയും നേരിട്ട് ഹാജരാകാത്തതിൽ കോടതിയെ കളിയാക്കുകയാണോ എന്നും ജഡ്ജി കഴിഞ്ഞ ദിവസം വിമർശിച്ചിരുന്നു. മുട്ടിലിൽ നിന്നും അനധികൃതമായി മുറിച്ചു കടത്തിയ മരങ്ങൾ വനം വകുപ്പ് പാസുണ്ടെന്ന് തെറ്റിദ്ധരിപ്പിച്ച് അമ്പലമേട്ടിലെ മരക്കമ്പനി ഉടമയ്ക്ക് വിൽപ്പന നടത്തി വിശ്വാസവഞ്ചന കാണിച്ചെന്നാണ് കേസ്. ജനം, കൊച്ചി.